അങ്ങോട്ട് ഉയരണം തന്നെയാണ് മോഹം. അതുകൊണ്ട് ദേവി ഇനി എന്നെ പിടിച്ചു നിർത്തരുത് ദേവി, ഇനി എന്നെ വിടണം. ഇത് പറഞ്ഞപ്പോ ഉടനെ തന്നെ ദേവഹൂതി പറയാണ്, എനിക്കൊരു അപേക്ഷയും കൂടിയുണ്ട്. സർവം തൽഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അദാവിമേ പ്രപന്നായ അഭയം ദാതുമർഹസി ബ്രഹ്മൻ ഋഹുവിദിവിത്തുഭ്യം ബ്രഹ്മജ്ഞാപദയസ്തമാം കശ്ചിൽസ്യാമേ വിശോകായ ത്വയി പ്രവ്രജിദേവനം. എനിക്കൊരു അപേക്ഷയുണ്ട്. 9 കന്യകമാര് അവർ വീട് നിറഞ്ഞു നിൽക്കുകയാണ്. അവരൊക്കെ യോഗ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ ഏൽപ്പിക്കേണ്ടത് അച്ഛന്റെ ഒരു കടമയാണ്. അവിടുന്ന് ആ കടമ നിറവേറ്റണം. പിന്നെ എന്റെ ജീവിതം അഭയം ത്രാതുമർഹതി മേ പ്രപന്നായ, എന്റെ ജീവിതത്തെ ധന്യമാക്കാൻ, എന്റെ ജീവിതത്തിന് ഒരു ഉറപ്പ്, ഒരു സുരക്ഷിതത്വം തരാൻ എനിക്കൊരു പുത്രനെ കൂടി തന്ന് അനുഗ്രഹിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പിതാവിൽ നിന്ന് ഭഗവാൻ തന്നെ പുത്രനായിട്ട് എനിക്ക് വരുന്നുള്ളത്. അങ്ങയിൽ നിന്ന് ആ പുത്രനെ കൂടി സ്വീകരിക്കാൻ എന്നെ അനുവദിക്കണം, അനുഗ്രഹിക്കണം. ഇത് കേട്ടതും പിന്നീട് ആ ദേവിയോട് ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറഞ്ഞ് ത്രിതവ്രതാസി ഭദ്രം ദേ ധമനേ ദമേന നിയമേന ച തപോ ദ്രവിണദാനേശ ശ്രദ്ധയാ ച ഈശ്വരം ഭജ. ചില വ്രതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആ ദേവി കുറച്ചു കാലം കഴിഞ്ഞപ്പം വീണ്ടും ഗർഭിണിയായി തീർന്നു. ആ ഗർഭത്തിൽ നിന്നും പ്രകടമായ പുത്രനാണ് തസ്യാം ബഹുദിതേ കാലേ ഭഗവാൻ മധുസൂദനാം കാർദമം വീര്യമാപന്നോ യജ്ഞേന്ദിവധാരുണീ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ അങ്ങനെ ആ ദേവിയുടെ ഗർഭത്തിൽ നിന്നും കർദമന്റെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ പ്രകടമായി. അങ്ങനെ ഭഗവാന്റെ ആ പ്രകടമായ രൂപമാണ് കപിലാവതാരം എന്ന് പറയുന്നത്. ഭാഗവതത്തിലെ 2ാമത്തെ അവതാരമായി അവതരിപ്പിച്ചിരിക്കുന്നത് കപിലാവതാരമാണ്. നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ ആ സമൂഹത്തിന് ആരോഗ്യം വേണം. തീർച്ചയായിട്ടും നല്ല അറിവുള്ള സംസ്കാരം, അറിവ്, വിദ്യാഭ്യാസം അവർക്കുണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം, സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ സമൂഹത്തിനെ ലിങ്ക് ചെയ്യുന്നത്, കോർത്തുവെക്കുന്നത് അത് സംസ്കാരമാണ്. അതിനെയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആ സംസ്കാരമാണ് നമ്മൾ യജ്ഞ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഇവിടെ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ, കൂട്ടായ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരമുള്ളൊരു സഹവർത്തിത്വം, പരസ്പരം ഒരു സഹവർത്തിത്വം, നമ്മളൊരു കോപ്പറേറ്റീവ് എൻഡവർ എന്ന് പറയും. അത് നമ്മൾ കൂട്ടായ്മയിലൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ശാന്തതയിലും സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാം. എന്നാൽ എപ്പോ മനുഷ്യ മനസ്സിൽ സ്വാർത്ഥതകൾ കയറി വന്ന് അവനവന്റെ സുഖത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുവോ, അപ്പോ അവൻ മറ്റുള്ളവരിൽ നിന്നും വേർപെട്ടുകൊണ്ട് അവൻ അവന്റെ കാര്യം പ്രാധാന്യം കൊടുക്കുമ്പോൾ, അവന്റെ കുടുംബകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അവൻ സമൂഹത്തിനെ അവഗണിക്കുമ്പോൾ, അവഗണിക്കപ്പെടുന്ന സമൂഹം അവനെതിരെ തിരിയും. അങ്ങനെയാണ് ലോകത്തിൽ റവല്യൂഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഉള്ളവൻ ഇല്ലാത്തവനെ പരിഗണിക്കാതെ വരുമ്പോ ഇല്ലാത്തവൻ ഉള്ളവനെതിരെ വിപ്ലവം നയിക്കും. അങ്ങനെയല്ലേ കമ്മ്യൂണിസം ലോകത്തിലുണ്ടായത്? സാർ ചക്രവർത്തിമാരെ കൂട്ടക്കുരുതി ഒരുക്കിയത്, ചൈനയിൽ വിപ്ലവം ഉണ്ടായത്, ബ്ലഡ് റവല്യൂഷൻ ഉണ്ടായത്. ലോകത്തിലെവിടെ നിങ്ങൾ നോക്കൂ. അപ്പോ ഉള്ളവൻ ഇല്ലാത്തവനെ അവഗണിക്കുമ്പോൾ, കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ അവഗണിക്കുമ്പോൾ, പണമുള്ളവൻ പണമില്ലാത്തവനെ അവഗണിക്കുമ്പോൾ, എവിടെ ഒരു അവഗണന വരുന്നോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അവഗണനയ്ക്ക് കാരണം നാം താഴോട്ടിറങ്ങാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ്. അപ്പോ പരിഗണിക്കാനുള്ള, മറ്റൊരാളെ കൂടെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്, ഇത് എവിടെയുണ്ടോ അവിടെയൊക്കെ നല്ല സംസ്കാരങ്ങളുണ്ട്. ഇതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊക്കെ ഈ സംസ്കാരത്തിൽ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരീരം, മനസ്സ്, ഈ 2 ശക്തികളാണല്ലോ നമ്മളെ ജീവിതം കൊണ്ട് നടക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പ്രധാനമായിട്ട് ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കില്ലെങ്കിൽ ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാവുമോ? ഇനി പോട്ടെ, ശരീരത്തിന് ഇത്തിരി ആരോഗ്യക്കുറവുണ്ടെങ്കിലും കൂടുതൽ ആരോഗ്യമാർക്ക് വേണം? മനസ്സിന് വേണം. മനസ്സിന് ആരോഗ്യമില്ലെങ്കിലോ, എന്നും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ആണെങ്കിലോ നല്ലൊരു ജീവിതം കൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് മനസ്സിന്റെ ആരോഗ്യമാണ്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഈ ശരീരം കടപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയോടാണ്, മനസ്സ് കടപ്പെട്ടിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ശക്തിയോടാണ്. അപ്പൊ ഈശ്വരിൽ നിന്ന് വന്ന മനസ്സിനെ ഈശ്വരിലേക്ക് നയിക്കുന്ന ഒരു യജ്ഞം നമ്മൾ ചെയ്യണം. പ്രകൃതിയിൽ നിന്ന് വന്ന ശരീരത്തെ പ്രകൃതിയിലേക്ക് നയിക്കുന്ന ഒരു യജ്ഞം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഉണ്ടോ? അപ്പൊ ശരീരം താഴാൻ പഠിക്കണം, മനസ്സ്
ഉയരാൻ പഠിക്കണം. ശരീരത്തെ താഴ്ത്തുന്നതാണ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാര് അതിനെയാണ് ദാസഭാവം എന്ന് പറഞ്ഞത്. ഒരു യഥാർത്ഥ ഭക്തൻ അവൻ ദാസനാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവൻ മറ്റുള്ളവരെ കൂടെ തന്റെ കൂടെ കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടി തന്നാൽ സാധിക്കുന്ന സഹായം ചെയ്യാൻ, സേവനം ചെയ്യാൻ അവൻ തയ്യാറാവും. അപ്പൊ നമ്മൾ ഈ യജ്ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമുക്കൊരു പരിവർത്തനം വരണം. നമ്മുടെ ആ ചുറ്റുപാട്, നമ്മുടെ സമൂഹം, അപ്പൊ നിങ്ങളുടെ ഒരു സ്ട്രീറ്റ് അത്രയും നിങ്ങൾ പരിഗണിക്കൂ. പരസ്പരം അറിഞ്ഞിരിക്കുക, അവരുടെ എല്ലാം ബ്ലഡ് ഗ്രൂപ്പുകൾ അറിഞ്ഞിരിക്കുക, അവരുടെയൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനൊന്നും പോകേണ്ടി വരില്ല. വീടുകളിലൊക്കെ അങ്ങനെ പരസ്പരം നമുക്ക് ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലല്ലോ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അതിനൊക്കെയാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കേണ്ടത്. അല്ലാതെ എന്നെ സംബന്ധിച്ച് ഭാഗവതം വെറുതെ കേട്ടിട്ട് ഒരു ഭാഗത്ത് മൂലയിൽ ഇരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മൾ തയ്യാറാവണം സമൂഹത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ലോകമൊന്നും നേരെയൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, ഒരു സൂര്യനെ പോലെ കത്തിജ്വലിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് ഒരു മെഴുകുതിയായിട്ടെങ്കിലും നമ്മൾക്ക് ജീവിക്കണ്ടേ. ഉമിത്തിയായി കത്താതിരിക്കുമെന്നാണ്. ഉമിത്തിയിലും തീയുണ്ട്, പക്ഷെ അത് ഇന്നേ വരെ ആർക്കും പ്രകാശം കൊടുത്തിട്ടില്ല. ഉണ്ടോ? അതിങ്ങനെ എരിഞ്ഞെരിഞ്ഞോടിഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ആരായി തീരണം? മെഴുകുതിരിയായി തീരണം. നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ എക്സിസ്റ്റൻസിനൊരു നിലനിൽപ്പിനൊരു വില കൊടുക്കണം. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ചുറ്റുപാടിനെ മുഴുവൻ. നാമസങ്കീർത്തനം കൊണ്ടും സത്സംഗം കൊണ്ടും ആരെ ഉയർത്തിക്കൊള്ളണം? ശരീരത്തിനെ ഉയർത്താൻ പറ്റില്ല. ആരെ ഉയർത്തിക്കൊള്ളണം? മനസ്സിനെ ഉയർത്തിക്കൊള്ളണം. അങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തുടങ്ങിയാണല്ലോ വി ആർ ദ ജം ഓഫ് ദ വേൾഡ്. നമ്മളായിരിക്കും ഏറ്റവും ഉത്കൃഷ്ടന്മാരായിട്ടുള്ള ആളുകൾ. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രം കണ്ടുകൊണ്ട് ജീവിതത്തെ മുരടിപ്പിക്കും. ഇതുപോലെ നമ്മൾ ജീവിതത്തെ ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം ജീവിതത്തെ, നിങ്ങളുടെ 2 മക്കളും അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളും ഒരു വീടും മാത്രമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ മഹത്വമായ ദർശനം കാണാൻ പറ്റില്ല. ഇതാണ് ജീവിതം എന്ന് കരുതരുത്. അവിടെ കൊണ്ട് കാഴ്ച നിർത്തരുത്. ഇത് ഓരോ സീസണിൽ പോയി നോക്കുന്നത് പോലെയാണത്. പണ്ട് കേട്ടിട്ടില്ലേ, ഒരു 4 ആളുകള്, അന്ധന്മാരായിട്ടുള്ള ആളുകൾ ആനയെ കാണാൻ പോയ കഥ കേട്ടില്ലേ? ഉത്സവത്തിന് പോയി 5 അന്ധന്മാര്. എന്നിട്ട് ആനയെ കാണാൻ വേണ്ടി പോയതാ. കണ്ണൂട്ടന്മാരെ കാണില്ല. ഓരോരുത്തർ ഓരോ ഭാഗങ്ങൾ പിടിച്ചു എന്നാണ്. അങ്ങനെയല്ലേ കഥ? അവസാനം 5 പേരും കൂടി തർക്കിക്കുകയാണ്. ഒരുത്തൻ പറഞ്ഞു ആന എന്ന് പറഞ്ഞ ചൂല് പോലിരിക്കുന്നു, വേറൊരുത്തൻ പറഞ്ഞു കൊമ്പ് പോലിരിക്കുന്നു, വേറൊരുത്തൻ പറഞ്ഞു എന്തോ ഒരു തൂണ് പോലിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞു മൊറം പോലെയാണെന്ന്. അവസാനം ആനപ്പാപ്പൻ പറഞ്ഞു പൊട്ടത്തരം പറയാണ്ടിരിക്കും സുഹൃത്തുക്കളെ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ആന. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, നാം ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ജീവിതം എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ജീവിതത്തിന് ഈ ഒരു ആംഗിൾ മാത്രമല്ല, ഇനിയുമുണ്ട്. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിനെ നമ്മള്, ശരീരത്തെ നമ്മള് താഴ്ത്തണം, മനസ്സിനെ നമ്മള് ഉയർത്തണം. അപ്പൊ നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ കാണാൻ പറ്റും. പല പല അനുഭവങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ കൂടുതൽ മനസ്സിലാവുന്ന, നമ്മൾ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മൾ കാണാത്തൊരു ജീവിതം. ചിലർ എല്ലാ സമ്പത്തും സമൃദ്ധിയുമുണ്ട്, എന്നിട്ടും ദുഃഖിക്കുന്നവരുണ്ട്. ഇല്ലാത്തത് കൊണ്ട് ദുഃഖിക്കുന്നവരുണ്ട്. മക്കളില്ലാതെ ദുഃഖിക്കുന്നവരുണ്ട്. മക്കൾ ഉണ്ടായിട്ട് ദുഃഖിക്കുന്നവരുണ്ട്. മക്കള് നോക്കിയിട്ട് അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് അവരെ വേർപെട്ട് പോകാൻ എങ്ങോട്ട് പോകാൻ പറ്റാതെ ദുഃഖിക്കുന്നവരുണ്ട്. മക്കള് നോക്കാതെ ദുഃഖിക്കുന്നവരുണ്ട്. വിചിത്രമായിട്ട് നമുക്ക് ഈ ലോകത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മള് ജീവിതം ഒന്ന് മാറ്റിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെയധികം ഉയർത്താം. അങ്ങനെ ഉയർത്താൻ, ആധ്യാത്മികമായി നമ്മൾ ഉയർത്താൻ, മനസ്സിനെ ഉയർത്താൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് കാപിലിയോപാഖ്യാനം. അതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ഭഗവാൻ ഭാഗവതത്തിൽ എടുത്തിരിക്കുന്ന 2ാമത്തെ അവതാരം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ കേട്ടിരിക്കുന്ന അവതാരത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് മത്സ്യം, കൂർമ്മം, വരാഹം എന്നാണ്. എന്നാൽ ഭാഗവതത്തിൽ ആദ്യം വരുന്ന അവതാരം വരാഹ അവതാരമാണ്. വരാഹം എന്ന് പറഞ്ഞാൽ യജ്ഞഭാവന. അപ്പൊ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ആദ്യം വേണ്ടത് യജ്ഞഭാവനയാണ്. ഇനി 2ാമത്, അങ്ങനെ യജ്ഞഭാവനയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര ആധ്യാത്മികമായ അറിവുണ്ടായിരിക്കണം. ഈ ആധ്യാത്മികമായ അറിവാണ് കപില ഭഗവാൻ ഉപദേശിക്കുന്നത്. നമ്മൾ 24ാമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ ആ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായി അവതരിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഭഗവാനെ ബ്രഹ്മാവ് അവിടെ വന്ന് തൊഴുന്നു നമസ്കരിക്കുന്നു. അതിനുശേഷം അച്ഛനും മകനും അമ്മയുമായിട്ടുള്ള ജീവിക്കുന്ന കാലം അച്ഛന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പുത്രനായി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം തന്റെ മക്കളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് എത്ര മക്കളാ? 9 പെൺകുട്ടികളാണെന്ന് പറഞ്ഞു.
ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് അത്രേ? സപ്തർഷികൾക്ക് കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ മക്കളെ. മരീചി എന്ന് പറയുന്ന ഋഷിക്ക് കല എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊടുത്തു. മരീചയ കലാം പ്രാതൽ അനസൂയാമധാത്രയേ ശ്രദ്ധാമങ്കിരസേ യസ്സൽ പുലസ്ത്യായ ഹവിർഭുവം പുലഹായ ഗതിം യുക്തം ക്രതവേ ചക്രിയാം സതിം ഖ്യാതിം ച ഭൃഗവേ യച്ചൽ വസിഷ്ഠായപ്യരുന്ധതിം അതരുവണേ അതതാൽ ശാന്തിം യയായജ്ഞോ വിതന്വതേ വിപ്രഷഭാൻ കൃതോദ്വാഹൻ സധാരൻ സമലാളയൽ. അപ്പൊ മരീചി എന്ന് പറയുന്ന ഋഷിക്ക് കലയെ കൊടുത്തു, അത്രി മഹർഷിക്ക് അനസൂയാദേവിയെ കൊടുത്തു, അങ്കിരസിന് ശ്രദ്ധാദേവിയെ കൊടുത്തു, പുലസ്ത്യന് ആരെ കൊടുക്കുന്നത്? ഹവിയെ കൊടുത്തു. ഹവി പുലസ്ത്യായ ഹവി. പിന്നെ പുലഹന് ഗതിയെ കൊടുത്തു, ക്രതുവിന് ക്രിയയെ കൊടുത്തു, ഭൃഗുവിന് ഖ്യാതിയെ കൊടുത്തു. അങ്ങനെ 7 പേരെ കൊടുത്തു. ഇനി എത്ര പേരുണ്ട്? ഒരാളെ വസിഷ്ഠ മഹർഷിക്ക് കൊടുത്തു. എന്തായിരിക്കും പേര്? രാമായണമൊക്കെ വായിക്കുന്നവരല്ലേ നിങ്ങൾ? അരുന്ധതി ദേവി. പിന്നെ ഒരാളെ ശാന്തി എന്ന് പറയുന്ന കുട്ടിയെ അഥർവണ ഋഷിക്ക് കൊടുത്തു. ഇങ്ങനെ 9 പേരെയും 9 പേർക്ക് കൊടുത്തു. ഇനിയിപ്പോ ഒരാളേ ഉള്ളൂ. ആര്? കപില ഭഗവാനേ ഉള്ളൂ. അച്ഛൻ ഇനി അവിടെ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. പുത്രനെ കണ്ടിട്ട് പറഞ്ഞു, ബഹുജന്മ വിപക്വേന സമ്യഗ്യോഗ സമാധിനാം ദൃഷ്ടും യദന്തേ യതയം ശൂന്യാകാരേഷു യത്പദം സയേവ ഭഗവാനദ്യം ഹേളനം നഗണയ്യനാം ഗൃഹേഷു ജാതോ ഗ്രാമ്യാണം യസ്വാനം പക്ഷപോഷിണി. ഭഗവാനെ, എത്രയോ മഹർഷിമാർ അവരുടെ ഹൃദയത്തിൽ അവിടുത്തെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ വേണ്ടി കഠിനമായ തപസ് ചെയ്യുന്നു. എന്നാൽ അത്രയൊന്നും തപസ്സൊന്നില്ലാത്ത ഞങ്ങളുടെ ഗൃഹത്തിൽ അവിടുന്ന് വന്ന് അവതരിച്ചില്ലേ? ഞങ്ങൾ ധന്യാത്മാക്കളാണ്. പക്ഷെ ഭഗവാനെ, ഇനി എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത്. അങ്ങ് സാധാരണ പുത്രനല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങ് വലിയൊരു മഹാനാണ്, അവതാരമൂർത്തിയാണ്, ജഗദ്ഗുരുവാണ്. അവിടുത്തെ പാതാരബിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവീന്ദ്രവതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദ ശക്തിം കപിലം പ്രബദ്ധി. ആ കപിലനെ നമസ്കരിച്ചുകൊണ്ട് അച്ഛൻ പറയുന്നു, അസ്മാഭിപൃച്ഛേദ്യ പതിം വ്രജാനം ത്വയാപതി എന്നാന്ന ഉദാപ്തകാമാം പരിവ്രജൽ പദവിം ആസ്തിദോഹം പരിവ്രജൽ പദവിം ആസ്തിദോഹം. ഉണ്ണി, അച്ഛന് ഒരാഗ്രഹമുണ്ട്. അച്ഛനെ ഉപദേശിക്കണം, അച്ഛന് അനുവാദം തരണം. പരിവ്രജൽ പദവീം ആസ്തിദോഹം ചരിഷ്യേ ത്വം ഹൃദി. ഇനി ഭഗവാനെ ഞാൻ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വിശോകനായി ഞാൻ ചരിച്ചുകൊള്ളാം, ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. അപ്പൊ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളൊക്കെ കുറയ്ക്കണോ കൂട്ടുകയാണോ ചെയ്യാറ്? കുറച്ച് കൊണ്ടുവരണം. മനസ്സിനെ വീട് വിട്ടു പോകണമെന്നല്ല പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് നാളെ തന്നെ വീട് വിട്ടു പോകണ്ട. വീട് വിട്ടു പോകണമെന്നല്ല, നിങ്ങൾ പോവില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ വീട് വിട്ടു പോകാനല്ല പറയുന്നത്, മനസ്സ് മറ്റുള്ളവരോടുള്ള ബന്ധം കുറച്ച് കൊണ്ടുവരണം. അതെന്തിനാ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നത്? കാരണം നമ്മുടെ മനസ്സ് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു നിന്നാൽ, മറ്റുള്ളവരോട് ഒട്ടിപ്പിടിച്ചു നിന്നാൽ, ഈ ശരീരം കാലന്റെ കൈകളിലുള്ളതാണ്. എന്ന് വെച്ചാൽ കാലനിയമത്തിൽപ്പെട്ടതാണ്. കാലനിയമത്തിൽപ്പെട്ടത് ജനനമുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്. മരണമുള്ളതിനെ ഈ മനസ്സിനാണെങ്കിലോ ജനനവുമില്ല, മരണവുമില്ല. അപ്പൊ മരണമില്ലാത്ത മനസ്സെങ്ങാനും മരണമുള്ള ശരീരത്തെ ഒട്ടിപ്പിടിച്ചാൽ ശരീരത്തിന് പോയേ പറ്റുള്ളൂ. അങ്ങനെ മനസ്സ് വിടില്ല. അങ്ങനെ വിടാത്ത മനസ്സിനെ ബലാത്കാരേണ ആർക്ക് വിടേണ്ടി വരും? ശരീരത്തിന് വിടേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഈ കൊരങ്ങന്റെ കുട്ടി കൊരങ്ങനെ മുറുകെ പിടിക്കുന്നത് ശ്രദ്ധിച്ചുണ്ടോ? ചിലപ്പോ ഉണ്ടല്ലോ ഈ കൊരങ്ങന്മാര്, പ്രത്യേകിച്ച് സ്ട്രീറ്റിലൊക്കെ ഉള്ള കൊരങ്ങന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്ന സമയത്ത് ഇലക്ട്രിക് ലൈൻ അടിച്ചു പോകും. അപ്പൊ കുട്ടി എങ്ങാനും ഇലക്ട്രിക് ലൈനിൽ അടിച്ചു പോയാൽ ഷോക്കേറ്റ് കുട്ടി ചാവും. പക്ഷെ കുട്ടി ചത്താലും അതിന്റെ കൈ അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ പിടുത്തം പോവില്ല. ആ ബോഡി എങ്ങനെ പിടിച്ചു തൂങ്ങിയിരിക്കും. തന്റെ കുട്ടിയോടുള്ള അമിതമായ ഒരു വാത്സല്യം കൊണ്ട് ആ കുരങ്ങൻ ഒരിക്കലും കുട്ടിയെ വിടില്ല. പിന്നെ അതിന്റെ ദുർഗന്ധം വന്ന് അതിന്റെ ശരീരത്തിലുള്ള പുഴു തന്റെ വയറിൽ കുത്തുമ്പോഴാണത്രേ ആ കുട്ടിയെ വേർപ്പെടുത്തുള്ളൂ എന്നാണ്. അതുവരെ ആ ചീഞ്ഞടിഞ്ഞിരിക്കുന്ന ജഡത്തെ തൂങ്ങിപ്പിടിക്കാൻ ആരനുവദിക്കും? കുരങ്ങൻ അനുവദിക്കും. ഇതുപോലെ നമ്മള് മരണമുള്ള ഒന്നിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് ബലാത്കാരേണ മനസ്സിന് വിടുമ്പോ ആ മനസ്സിന് വേദനയും ദുഃഖവും വിഷവുമായി ഇനിയും ഇവിടുന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞോളാം. പ്രായം കൂടുന്തോറും ഈ ശരീരം ആരോടടുക്കുന്നു?
മരണത്തോടടുക്കാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാൽ അപരിഹാര്യത്തെ നത്വം ശോചിതുമർഹസി. ഇതിനെ ആർക്കും പരിഹരിക്കാൻ സാധ്യല്ല. ജനിച്ചതിനെല്ലാം മരണം പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് അർജുന, നീ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? മരണമുള്ളതിൽ നിന്നും മനസ്സിനെ ക്രമേണ ക്രമേണ വേർപ്പെടുത്തിക്കൊണ്ടുവരണം. അപ്പൊ ഏതിലേക്ക് കൊണ്ടുവരണം? ഭഗവാനിലേക്ക്. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങയെ കണ്ടുകൊണ്ട് ആ പാതാരബിന്ദത്തിൽ മനസ്സുറപ്പിക്കാൻ വേണ്ടി ഇനി ഞാൻ വീട്ടിൽ നിന്നും വിട്ടുകൊള്ളാം. അങ്ങനെ ക്രമേണ നമ്മുടെ മനസ്സിനെ ഉയർത്തണം. ആളുകൾക്ക് അതൊക്കെ ഇങ്ങോട്ട് മനസ്സിലാവണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഈ ശരീരബോധത്തിൽ നിന്നും ക്രമേണ മനസ്സ് ആരിലേക്ക് വരണം? അപ്പൊ മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ വേണ്ടാത്ത ചിന്തകളിൽ നിന്നൊക്കെ മാറ്റിയിരിക്കണം. അങ്ങനെയായിരിക്കാം കപിലന്റെ അച്ഛൻ അവിടെ നിന്ന് വിടാൻ തയ്യാറായത്. കപില ഭഗവാൻ പറയാണ്, വളരെ നന്നായി അച്ഛ, അങ്ങ് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞില്ലേ, സന്തോഷമായി എനിക്ക്. ഏതന്മേ ജന്മലോകസ്മിൻ മുമുക്ഷൂണം ദുരാശയാൽ പ്രസംഖ്യാനായ തത്വാനം സമ്മതായ ആത്മദർശനേ. ഞാൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചിരിക്കുന്നത് തന്നെ ദുരാശയാൽ മുമുക്ഷൂണം. വളരെ ശ്രദ്ധിക്കണേ പ്രയോഗങ്ങളൊക്കെ. എന്തിനാ ഭഗവാൻ അവതരിച്ചിരിക്കുന്നതെന്നറിയോ? ദുരാശയാൽ. ദുരാശ എവിടെയാ വരിക? എല്ലാ ആശകളും ദുരാശകളൊക്കെ എവിടെയാ വരിക? മനസ്സിലോ ശരീരത്തിലോ? ശരീരത്തിലല്ലോ, മനസ്സിലാണ്. ദുരാശയാൽ മുമുക്ഷു, അതിൽ നിന്ന് മോചനം കൊടുക്കാൻ. ഏതിൽ നിന്ന് മോചനം? ദുരാശകളിൽ നിന്ന്. അപ്പൊ വേണ്ടാത്ത ചിന്തകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ ആത്മദർശനേ എന്തു വരണം? ആത്മദർശനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നത് തരാനല്ല ഭഗവാൻ അവതരിക്കുന്നത്. ശ്രദ്ധിക്കുക പ്രയോഗങ്ങളൊക്കെ. നമ്മൾ അങ്ങനെ ഹിന്ദുക്കൾ വഴിതെറ്റിപ്പോയി. അമ്പലത്തിൽ ചെന്നിട്ട് പൊട്ടത്തരങ്ങൾ പറഞ്ഞ് അത് തരൂ, ഇത് തരൂ, ഇത് തരൂ, അത് തരൂ എന്ന് പറഞ്ഞിട്ടേ അതിനങ്ങനെ ഓരോ വഴിപാടുകളും. വലിയ കാര്യം നേടിയെടുക്കാൻ വലിയ വെടിയും, ചെറിയ കാര്യം നേടിയെടുക്കാൻ ചെറിയ വെടിയും. അങ്ങനെയൊക്കെ നമ്മൾ ജ്യോത്സ്യന്മാരൊക്കെ കൂടി പായസം അതും ഇതൊക്കെ കഴിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ ഒരു ധാരണയിലാണ്. അമ്പലത്തിലൊക്കെ ചെന്നിട്ട് ഓരോന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛനോട് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ചോദിക്കുന്നത് കൊടുക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും മനസ്സിനെ ദൗർബല്യങ്ങളിൽ നിന്നും ഉയർത്തി അവസാനം അവർക്ക് എന്ത് കൊടുക്കണം? ആത്മദർശനം. എന്താ വേണ്ടത്? ആത്മദർശനം. അതെന്തിനാ ആത്മദർശനം വേണ്ടത്? കാരണം ആത്മാവിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്? മനസ്സ് വന്നിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ശ്രദ്ധിക്കൂ. ഇത് നിങ്ങളുടെ തലയിലേക്ക് കയറിയ എളുപ്പം കാര്യം മനസ്സിലാവും. ഈ ശരീരം അത് എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചു പോവും. നിങ്ങൾ ഇനി എത്ര അമ്പലത്തിൽ പോയാലും എത്ര ജപിച്ചാലും നാമം ജപിച്ചാലും എന്തൊക്കെ ചെയ്താലും ഈ ശരീരത്തിന്റെ അവസാന യാത്ര എന്ന് പറയുന്നത് പ്രകൃതിയിലേക്കാണ്. കാരണം പ്രകൃതിയുടെ നിയമം എന്താന്ന് വെച്ചാൽ ഏതിൽ നിന്ന് വന്നുവോ അത് അതിലേക്ക് തിരിച്ചു പോകും. ക്ലിയർ അല്ലേ അത്? അതുകൊണ്ട് ശരീരം എങ്ങനെയൊക്കെ നമ്മൾ സൃഷ്ടിച്ചാലും സൃഷ്ടിച്ചില്ലെങ്കിലും ഇതിന്റെ ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അപ്പൊ അടുത്ത ചോദ്യം ഇതായിരിക്കണം, എങ്കിൽ എന്റെ മനസ്സിന്റെ അവിടുത്തെ ഗതി എന്താണ്? അവസാനത്തെ ഗതി എന്താണ്? മനസ്സെങ്ങോട്ടാ പോവുക? ആണല്ലോ എല്ലാവരുടെ മുന്നിലുള്ള ചോദ്യമാർക്ക്. അച്ഛൻ മരിച്ചു, അമ്മ മരിക്കണോ, മുത്തശ്ശൻ മരിക്കണോ, മുത്തശ്ശി മരിക്കണോ? ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ മനസ്സെങ്ങോട്ടാണ് പോയിരിക്കുന്നത്? അപ്പൊ നമ്മള് ഹിന്ദുക്കള് എന്താണ് പിണ്ടകർമ്മങ്ങൾ ചെയ്യണോ? കാക്കയുടെ രൂപത്തിൽ അച്ഛൻ വരുമ്പോ നമുക്കൊരു സമാധാനം, ഓ അച്ഛൻ ഇപ്പോഴും കാക്കയിട്ടിരിക്കേണ്ടതെന്ന്. അല്ലാതെ നമുക്കറിയില്ല ഇത് എവിടെയാണെന്നുള്ളത്. അവിടെയാണ് നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടത്. പ്രകൃതിയുടെ നിയമം ശരീരത്തിന് മാത്രമല്ല, അത് ഏതിനുണ്ടായിരിക്കണം? മനസ്സിനും ഉണ്ടായിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിനും പ്രകൃതിയിലേക്ക് ശരീരം പോയതുപോലെ ഒരു ഉറവിടത്തിലേക്ക് ചെന്ന് ചേരേണ്ടതുണ്ട്. അതേതാണ് ആ ഉറവിടം? ഇതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ ചിന്തിച്ചത്. ശരീരത്തിന്റെ ഉറവിടം പ്രകൃതി എന്ന പോലെ മനസ്സിന്റെ ഉറവിടം അവർക്ക് മനസ്സിലായി. മനസ്സിന്റെ ഉറവിടം പുറമേ ഒന്നുമല്ല ഇരിക്കുന്നത്. മനസ്സിന്റെ ഉറവിടം മനസ്സിനെ ഉണർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണെങ്കിൽ അതിനെ തന്നെയാണ് ആത്മാവെന്ന് വിളിച്ചതെങ്കിൽ അവസാനം മനസ്സ് എത്തിച്ചേരേണ്ടത് ആത്മദർശനം. ഇതിലേക്ക് എത്തിച്ചേരണം? ആത്മാവിലേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മഹർഷിമാരായിരിക്കുന്ന ആളുകള്, ജീവിച്ചിരുന്ന മഹർഷിമാര്, അതായത് രമണ മഹർഷിയെ പോലുള്ള ആളുകള്, അത് ഈശ്വര ദർശനം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയിട്ടുണ്ടായ ഒരു അനുഭൂതിയല്ല അവര് പറഞ്ഞിരിക്കുന്നത്. അവസാനം അവര് പറഞ്ഞിരിക്കുന്നത് ആത്മദർശനം, ഈശദർശനം. ഇതാണ് ആത്മദർശനം, ഈശ്വര ദർശനം. അവസാനം അതിലേക്ക് എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏഷ ആത്മവതോ വ്യക്തോ നഷ്ടകാലേന ഭൂയസാം തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്യമയാവൃതം. ഏഷ
ആത്മപദോ അവ്യക്തോ, തന്റെ മനസ്സിനെ ആത്മാവിലേക്ക് നയിക്കേണ്ട മാർഗം അവ്യക്തമാണ്. പലർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോഴും നമുക്കുണ്ടല്ലോ, നമ്മൾ ആധ്യാത്മികമായിട്ടൊക്കെ കുറച്ചുനേരം ഇരിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് അറിയുന്നുള്ളൂ എത്രത്തോളം നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന്. കുറച്ചുനേരം ഇരുന്ന് നാമം ജപിക്കുമ്പോഴേക്കും ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാവാതിരിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ അപ്പോഴും നമുക്ക് അവ്യക്തമാണ് ഈ കാര്യം, മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തമാക്കി കൊടുക്കാൻ നഷ്ടക്കാലേന ഭൂയസാം, കാലം കൊണ്ട് നഷ്ടമായിരിക്കുന്ന ഈ അറിവിനെ ഞാനിതാ അവർക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അച്ഛ. അതുകൊണ്ട് അച്ഛൻ ഗച്ഛകാമമ്മയാ പൃഷ്ടോമയി സന്യസ്തകർമ്മണാം ഹിത്വാ സുദർജയം മൃത്യും അമൃതത്വായ മാംബജാം. അച്ഛൻ ഇനി ഈ വീട് വിട്ട് സന്യസ്തകർമ്മണ, എല്ലാ കർമ്മങ്ങളും മനസ്സിൽ നിന്ന് വിട്ടുകൊണ്ട് അച്ഛൻ ഇവിടുന്ന് പൊയ്ക്കോളൂ. അമൃതത്വായ, അച്ഛൻ അമൃതത്വം അനുഭവിക്കാൻ പറ്റും. മാംബജ, നല്ലവണ്ണം എന്നെ ഭജിക്കൂ അച്ഛ എന്ന് പറഞ്ഞ് താൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം അച്ഛന്. ഇവിടെ കപില ഭഗവാൻ അച്ഛന് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യാത്മനാവീക്ഷ്യ വിശോകോ അഭയമർച്ചസി. ഞാൻ വായിക്കുന്നത് 24-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കൂ നിങ്ങൾ. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, മാം ആത്മാനം, ഞാൻ ആരാണ്? ആത്മാവാണ്. എവിടെ ഇരിക്കണോ? സ്വയം ജ്യോതി. സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. സർവഭൂതഗുഹാശയം, എവിടെ ഇരിക്കണോ? എല്ലാവരിലും. അപ്പൊ നോക്കൂ, നമ്മൾ ഒരിക്കലും നമ്മളെ താഴ്ത്തരുത്. ഈ ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്നെ ഓരോ നിമിഷവും ഇവിടെ നിലനിർത്തുന്നത് ഭഗവാനാണ്. നമ്മൾ കുട്ടികളെ പോലെ പറയരുത് അമ്പലത്തിലാണ് ദൈവം എന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ കുറെ മെച്ചൂർഡ് ആവണം ഈ കാര്യത്തില്. കാരണം അവതാരമൂർത്തികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയോ അല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഈശ്വരനില്ലാത്തൊരു സമയമുണ്ടോ? അപ്പൊ നമ്മൾ വിഷമിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ആ സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഭഗവാൻ ഗീതയിൽ പറയുന്ന ഈ ശ്ലോകം കൊണ്ടല്ലോ നല്ലവണ്ണം ഉറപ്പിച്ചു വെക്കൂ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വിത്തിദം പ്രാഹു ക്ഷേത്രജ്ഞയിതി തദ്വിദാം ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമാം. ഭഗവാൻ പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം. ഏതാ ക്ഷേത്രം എന്ന് പറയുന്നത്? ശരീരത്തെയാണ് ഭഗവാൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗീതയിൽ ഭഗവാൻ ഇതാണ് ഉറപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലിരിക്കുന്ന, ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത്. എല്ലാം അറിയുന്നവൻ. ആ ക്ഷേത്രജ്ഞൻ തന്നെയാണ് സർവക്ഷേത്രേഷു. ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, എല്ലാ ക്ഷേത്രത്തിലും. ഈ ഒരു ബോധം നമ്മൾ ക്രമേണ ഉറപ്പിച്ചുകൊണ്ടുണ്ടല്ലോ ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നശിക്കുന്ന ശരീരവും നമുക്കുണ്ട്, നശിക്കാത്ത മനസ്സ് മാത്രമാണോ? ഭഗവാനും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നശിക്കുന്ന ശരീരത്തിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് എത്തിക്കണം? നശിക്കാത്ത ഭഗവാനിലേക്ക് എത്തിക്കണം. ശരിയല്ലേ? ചിന്തിക്കൂ നിങ്ങൾ. ഇത് തന്നെയല്ലേ ജീവിതത്തിൽ എത്തിച്ചേരേണ്ടത്? ഇപ്രകാരം അച്ഛന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, വിശോകോ അഭയമിച്ഛതി. അച്ഛൻ പോകൂ, എല്ലാ ശോകത്തിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കിക്കൊണ്ട് അച്ഛൻ പോകൂ. അങ്ങനെ അച്ഛനെ സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചു. ആര്? പുത്രൻ. ഇന്ന് നമുക്കങ്ങനെ പുത്രന്മാരില്ല. ഉണ്ടോ? ശരിക്കും പുത്രന്മാരൊക്കെ കുട്ടിക്കാലത്തെ ഇതൊക്കെ പഠിച്ചിട്ട് പുത്രന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു പുത്രനും കൂടി ആയി കഴിഞ്ഞാൽ ഉടനെ അച്ഛനോട് പറയേണ്ടത് തലയിൽ കൈവച്ചിട്ട് ഇനി അച്ഛൻ നല്ലോണമൊക്കെ ഭജിച്ചിട്ടൊക്കെ വരൂ അച്ഛ, അതൊക്കെയാ പറയേണ്ടത്. പക്ഷെ ഇന്നത്തെ പുത്രന്മാർ പറയില്ല. കാരണം പുത്രന്മാർക്കറിയാം കല്യാണം കഴിയുന്നതോടുകൂടി അച്ഛനും അമ്മയും അവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പുത്ര പോ, ജോലി എടുത്തിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഏതായാലും ഇനിയിപ്പോ നമുക്ക് നിവൃത്തിയില്ല, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഇതൊക്കെ അഭ്യസിക്കാം. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോയി. അമ്മയും പുത്രനും മാത്രമായി. അച്ഛനാണെങ്കിലോ കാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം തപസ് ചെയ്യാൻ സരസ്വതി നദി തടത്തിൽ ചെന്നിട്ട് വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യേകാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധ്വാത്മാ മുക്തബന്ധനം ആത്മാനം സർവഭൂതേഷു ഭഗവന്തമവസ്ഥിതം അവശ്യൽ സർവഭൂതാനി ഭഗവതി അപീച്ച ആത്മനി ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസാം ഭഗവൽ ഭക്തിയുക്തേന പ്രാപ്താ ഭാഗവതീ ഗതി. വാസുദേവേ ഭഗവതി. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാം ഇവിടെ അർത്ഥാക്കുന്നത് എല്ലാവരിലും വസിക്കുന്ന ദേവനാണ് വാസുദേവൻ. ആ വാസുദേവനിൽ തന്നെ തന്റെ പ്രത്യക്ഷമായ ആത്മസ്വരൂപനായ ചൈതന്യസ്വരൂപനായ ഭഗവാനിൽ തന്നെ
തന്റെ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ആത്മാനം സർവഭൂതേഷു, ഇതേ ഭഗവാൻ തന്നെയാണ് സർവഭൂതങ്ങളിലും എന്ന് ഉറപ്പിച്ചുകൊണ്ട്, ഭഗവന്തമവസ്ഥിതം, ഭഗവത് സ്വരൂപമായിരിക്കുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട്, അപശ്യൽ സർവഭൂതാനി ഭഗവതീ ച ആത്മനീം, തന്നിൽ ഭഗവാനെ കാണാനും എല്ലാവരിലും ഭഗവത് സ്വരൂപമാണ് ഇരിക്കുന്നതെന്ന ബോധത്തോടുകൂടി മറ്റുള്ളവരെ ചിന്തിക്കാതെ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ ഭഗവാനെ തന്നെ ചിന്തിച്ച്, ഇച്ഛാദ്വേഷവിഹീനേന, മനസ്സിലെ എല്ലാ ദൗർബല്യങ്ങളും നീങ്ങി നീങ്ങി നീങ്ങി, സർവത്ര സമചേതസ, സുഖത്തിലും ദുഃഖത്തിലും മനസ്സ് സമതേജസ്സായി, ഭഗവൽ ഭക്തിയുക്തേന, ഭഗവാനോട് മനസ്സ് ചേർന്നുകൊണ്ട്, പ്രാപ്ത ഭാഗവതീ ഗതി, അച്ഛൻ എവിടെ എത്തിച്ചേർന്നു? ഭാഗവതീ ഗതി, ഭഗവത് ഗതി കൈവരിച്ചു എന്നാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഏത് മനസ്സിനാണ് ഭഗവത് ഗതി കൈവരിക്കാൻ പറ്റുക? സർവത്ര സമബുദ്ധയ, സമചേതസ്സായി തീർന്ന അദ്ദേഹത്തിന്റെ മനസ്സിന് ആരിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു? ഭഗവാനിലേക്ക്. അപ്പൊ നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് എങ്ങനെയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം? സമബുദ്ധിയുള്ളൊരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അങ്ങനെ അച്ഛൻ അനുഗ്രഹീതനായി അവിടുന്ന് ആത്മാനുഭൂതി കൈവരിച്ചുകൊണ്ട് ഈശ്വരപ്രാപ്തി നേടിക്കൊണ്ട് പോയതിനു ശേഷം മകനും അമ്മയും ആ വീട്ടിൽ അങ്ങനെ താമസിക്കുകയാണ്. സരസ്വതി നദി തടത്തിൽ